ചേച്ചിയുടെ അച്ഛൻ പാട്ടുകാരനായിരുന്നു, നാടകം നടനായിരുന്നു എന്നൊക്കെ പറയുന്നത്. ചേച്ചിയും അത്യാവശ്യം നന്നായിട്ട് വസുമതി ചേച്ചി ഇപ്പോഴും കുറച്ചൊക്കെ ഇപ്പൊ അത്ര പാട്ടിലേക്ക് പോയി, സ്വരവും പോയി, പാട്ടും ഇല്ല. ഇപ്പൊ അസുഖമായിപ്പോയി. ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം BSR പറയാറുണ്ട് വല്ലപ്പോഴും ഒന്ന് ഒരു സഖാവിനെ അറിയാൻ പാടില്ല, എനിക്ക് പാട്ടറിയാവുന്ന ആളായിരുന്നെന്ന് പോലും അറിഞ്ഞൂടാ. അപ്പൊ അതൊക്കെ നമ്മളങ്ങോട്ട് സഹിക്കണം അല്ലേ? സഖാവ് പാടുവോ? സഖാവ് പിന്നെ പാട്ടായിട്ട് പാടി കണ്ടില്ല. ഈ ചാനലുകാരൊക്കെ ചോദിക്കുമ്പോൾ മറ്റേ ഓണത്തിന് തന്നെയൊക്കെ കാര്യമൊക്കെ അങ്ങനെ. പിന്നെ ചില TV-ലൊക്കെ സഖാവ് കണ്ടില്ലേ, ചില പാട്ട് പോലത്തെ കാര്യങ്ങൾ പറയണേ, അതൊക്കെ കേട്ടിട്ടുണ്ട്. ചേച്ചി ഇപ്പൊ രണ്ടുപേര് പാടുവോ? അയ്യോ, എനിക്ക് പാടാൻ പറ്റില്ല. അല്ല, ഈ ഗന്ധർവ സംഗീതം മറ്റേതൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ കണ്ടിട്ടുണ്ട്, കണ്ടിരിക്കല്ലേ. സഖാവ് അങ്ങനെ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ കേൾക്കാറുണ്ട്. ആ പ്രസംഗത്തിന് തന്നെ ഒരു പ്രത്യേക രീതിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ വേറെ ആരുടെയും പ്രസംഗത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലാണ് സഖാവ് പ്രസംഗിക്കാറുള്ളത്. അപ്പോൾ ആളുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു എന്താ പറയുക, ഒരു കലാപരിപാടി പോലെയാണ് അദ്ദേഹം അത് അവതരിപ്പിക്കാറ്. പക്ഷേ വിപ്ലവഗാനങ്ങളൊക്കെ അത്യാവശ്യം സാറ് ഒന്ന് മൂളിയിട്ടുണ്ടാവും അല്ലേ? വിപ്ലവഗാനങ്ങൾ മാത്രമല്ല, ചങ്ങമ്പുഴയുടെ മലരണീക്കാണ്ടുകൾ തിങ്ങി വിങ്ങി എന്നുള്ള പാട്ട്, മരതകാന്തിയിൽ അതെ, മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു നിന്നി, അതെ അതെ, കരയറ്റൊരാലസ ഗ്രാമഭംഗി. എൻ്റെ അപ്പനും ഇത് ഈ പാട്ട് പാടാറുണ്ട്, അതുകൊണ്ടാണ് എനിക്കത് ഓർമ്മ വരാനുള്ള കാര്യം. അതെ. പിന്നെ ഈ ഓണപ്പാട്ട്, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഓണക്കാലത്തെ മാവേലി നാട് വാണിരുന്ന കാലത്തെ അങ്ങനെയുള്ള പാട്ടുകൾ. ഇതുപോലെ കുമാരനാശാൻ്റെ ചില വരികൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുകയും ഞാൻ ചെയ്യാറുണ്ട്. നാടകങ്ങളിൽ വല്ല അഭിനയിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നാടകങ്ങൾ കാണുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്.